ദിവ്യകാരുണ്യനാഥന്റെ സ്നേഹം ലോകമെങ്ങും പകർന്നു നൽകാനിതാ നവയുഗത്തിലെ വൈദികർ ഉണരുന്നു. ഇത് ഫാദർ ജിമ്മി പൂച്ചക്കാട്ട്, സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക വക്താവും കാക്കനാടിനടുത്ത് തേവക്കൽ പള്ളിയുടെ വികാരിയുമായ ജിമ്മി അച്ഛൻ തന്റെ ദൈവവിളി അനുഭവങ്ങളും മതബോധന രംഗത്തെ തന്റെ ശുശ്രൂഷ അനുഭവങ്ങളും നമ്മോട് പങ്കുവെക്കുന്നു. ജിമ്മി അച്ഛ, ജോഷോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അച്ഛനോടൊപ്പമുള്ള രണ്ടാമത്തെ എപ്പിസോഡാണിത്. ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് അച്ഛന് എറണാകുളം രൂപതാംഗമാണ്. ഇന്ന് സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക വക്താവും കാറ്റഗിസത്തിൻ്റെ ഡയറക്ടറും കൂടിയാണ് അച്ഛൻ ചേർത്തലയിൽ മാതാപിതാക്കൾ അപ്പച്ചനും അമ്മച്ചിയും 2 പെങ്ങന്മാരുമുള്ള ഒരു കുടുംബത്തിൽ ഏക ആൺതരിയായി ജനിച്ച്, പക്ഷേ ഡിഗ്രി പഠനത്തിന് ശേഷം ഒരു ദൈവവിളി തിരിച്ചറിഞ്ഞ് വൈദികനാവാൻ തീരുമാനിക്കുകയും, പക്ഷെ വേറെ സ്വപ്നങ്ങളോടെ മാതാപിതാക്കൾ പലതും കാത്തു സൂക്ഷിച്ചിരുന്നെങ്കിലും അച്ഛൻ്റെ ഈ തീരുമാനത്തിന് മുന്നിൽ അവർ സമ്മതിക്കുകയും പതിയാണെങ്കിൽ അവരത് വലിയ ഒരു ദൈവപദ്ധതിയായി കണ്ട് അംഗീകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അച്ഛൻ വൈദികനാവുകയും, പിന്നീട് അച്ഛൻ്റെ ഒരു റൂമിൽ പഠനം നടത്തുന്ന കാലത്താണ് അപ്പച്ചനെ നഷ്ടപ്പെടുന്നതുമൊക്കെയും. പക്ഷെ ഇന്ന് കുടുംബത്ത് ദൈവം വളരെ ഭംഗിയായിട്ട് അമ്മച്ചിയുടെ അടുത്ത് ഇളയപ്പെങ്ങളും അളിയനൊക്കെ ഉള്ള സാഹചര്യവും ദൈവം മുമ്പോട്ട് അച്ഛനെ ഭംഗിയായിട്ട് വഴി നടത്തുന്നു, വിവിധ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു. അച്ഛൻ തന്നെ പറയുകയായിരുന്നു, അച്ഛൻ്റെ ഞാൻ വൈദിക ജീവിതത്തിലെ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് അച്ഛൻ്റെ തേവക്കൽ പള്ളിയിൽ വികാരിയായിരുന്ന സമയത്ത് അച്ഛൻ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചു. പ്രത്യേകിച്ച് ആളുകളുടെ ഒരു ആവശ്യം മനസ്സിലാക്കി കൃത്യസമയത്ത് പ്രതികരിക്കുന്ന ഒരു ഇടയൻ്റെ ഒരു ശൈലിയാണ് അതിനകത്ത് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, പ്രധാനമായിട്ട് വൈദികരുടെ ജീവിതത്തിൽ ഞാൻ അച്ഛൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിച്ചപ്പോൾ ജീവിതത്തിലെ സ്ട്രഗിളുകൾ, ബുദ്ധിമുട്ടുകൾ, വെല്ലുവിളികൾ ഉണ്ടാവാറില്ല അച്ഛ എന്ന് ചോദിച്ചപ്പോഴും അച്ഛൻ പറഞ്ഞ ഒരു കാര്യം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അങ്ങനത്തെ ചില വെല്ലുവിളികളും ചില സഹനങ്ങളുമൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരു വൈദികൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലെങ്കിൽ നമ്മളൊരു സുഖസൗകര്യങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഇത് പലപ്പോഴും തെറ്റായ ഇതിലേക്ക് അല്ലെങ്കിൽ യേശുവെ അവഗണിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് മാറ്റപ്പെടുമെന്നാണ് അച്ഛൻ ഓർമ്മപ്പെടുത്തിയൊരു കാര്യം കൂടി. ഞാൻ അച്ഛനെക്കുറിച്ച് പറഞ്ഞു പരാമർശിച്ച കാര്യം, അച്ഛൻ്റെ ഒരു എല്ലാ കാര്യങ്ങളിലും ഒരു സുവിശേഷ മൂല്യങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ശൈലിയും, അച്ഛൻ ഒരു ആത്മീയമായി ഒരു ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞപ്പോഴും അച്ഛൻ പ്രത്യേകം എടുത്തു പറഞ്ഞത് വളരെ ഫോഴ്സ്ഫുള്ളി നമ്മുടെ ആത്മീയ ജീവിതത്തെ കൊണ്ടുപോകണം. അതിൻ്റെ ഒരു ഉദാഹരണമായി അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ പറഞ്ഞത് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് തേവക്കൽ പള്ളിയിൽ ഒരു 3/4 മണിക്കൂറുള്ള ഒരു ദിവികാരണത്തിന് മുമ്പിലുള്ള ഒരു ആരാധനയെക്കുറിച്ചാണ്. അച്ഛാ, ഈ എല്ലാ വിശേഷങ്ങളോടും ചേർത്ത് ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് കിടക്കട്ടെ. അച്ഛൻ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഡയറക്ടറും കൂടിയായിരുന്നു. അച്ഛൻ്റെ പങ്കുവയ്ക്കലുള്ള അത്തരം കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞിരുന്നല്ലോ. പക്ഷേ എങ്കിലും കുറേ കൂടി ആ ഒരു കാറ്റഗിസം മേഖലയെക്കുറിച്ചുള്ള അച്ഛൻ്റെ അനുഭവങ്ങൾ, ഇന്ന് അതിൻ്റെ സീറോ മലബാർ സഭയുടെ ഡയറക്ടറാണ്. ഈ മതബോധനം അല്ലെങ്കിൽ വേദോപദേശം എന്ന് പറയുന്ന ആ ഒരു പഠനം, ആ ഒരു പരിശീലനം, വിശ്വാസ പരിശീലനം, അച്ഛൻ്റെ അനുഭവങ്ങൾ എന്താണ്, എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ മാതാപിതാക്കളും പ്രേക്ഷകരും ഒക്കെ ഇതിൻ്റെ ഒരു ഗൗരവം തിരിച്ചറിയാൻ വേണ്ടി കൂടിയും ഒന്ന് പങ്കുവയ്ക്കാമോ? വിശ്വാസ പരിശീലനത്തിന് വളരെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ എനിക്ക് തോന്നാറുണ്ട്. ഒന്ന്, വളരെയേറെ പ്രചോദനാത്മകമായി ജീവിക്കുന്ന ഒരു കുടുംബം അഥവാ മാതാപിതാക്കൾ. 2, വളരെ ട്രെയിൻഡായിട്ടുള്ള വിശ്വാസ പരിശീലകർ. 3, നമ്മളെന്നും പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആനന്ദമായിരിക്കണം ഈ വിശ്വാസ പരിശീലന ക്ലാസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോയി ഞാൻ മതാധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കാറുണ്ട്, മാതാപിതാക്കളോട് സംസാരിക്കാറുണ്ട്, ഇതുപോലെ എല്ലാം ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, വിശ്വാസ പരിശീലനത്തിലേക്ക് കടന്നു വരുന്നവർ, മതാധ്യാപകരായിട്ട് കടന്നു വരുന്നവർ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് വരുന്നത്. അപ്പം അവരിൽ നിന്ന് തന്നെ വളരെ നല്ല ഡിഗ്രി എടുത്തവരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, ഈവൻ പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഉണ്ട്, ഒത്തിരി ആളുകളുണ്ട്. സഭയുടെ ചുമതലയാണ് അവരെ നല്ല വിശ്വാസ പരിശീലകരാക്കുക എന്നുള്ളത്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള, ഇപ്പോൾ ഒരുപക്ഷെ ഞാനൊരു 50 പേരുടെ ഒരു ഗ്രൂപ്പിന് അല്ലെ 100 പേരുടെ ഒരു ഗ്രൂപ്പിന് വിശ്വാസ പരിശീലനം കൊടുക്കുകയാണ്. അവിടെ ഇരിക്കുന്ന അവരിൽ പലരേക്കാളും വളരെ താഴ്ന്ന അറിവുള്ള ഒരാളാണ് ഞാൻ. അവർക്കറിയാവുന്ന പല കാര്യങ്ങളും, ചിലപ്പോൾ ഒരുപക്ഷെ തിങ്കളാഴ്ച രാവിലെ പോയിട്ട് ഓപ്പറേഷൻ നടത്തുന്നവനുണ്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഞായറാഴ്ച നടത്തുന്ന വിശ്വാസ പരിശീലനം എന്ന് പറയുന്ന ഈ ഒരു
സംഭവത്തിന് അവരെ ക്വാളിഫൈഡ് ആക്കണം എന്നും പറഞ്ഞാണ് അവർ വന്നിരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ അപ്പോൾ അവരുടെ മോട്ടിവേഷനും അവരുടെ കമ്മിറ്റ്മെൻറ്റും സഭയ്ക്ക് തരുന്നു. സഭ അവരെ ട്രെയിൻഡ് ആക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ മാതാപിതാക്കളെ നമ്മൾ വളരെ മോട്ടിവേറ്റഡ് ആക്കേണ്ടതുണ്ട്. കാരണം മാതാപിതാക്കളുടെ സഹകരണമാണ് വിശ്വാസ പരിശീലനത്തിൻ്റെ വിജയം എന്നുള്ളത്. അപ്പോൾ വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു മാതാപിതാക്കൾ ഒരു കുടുംബത്തിൽ നിന്ന് ഈ കുഞ്ഞ് സന്തോഷപൂർവ്വം ഈ നമ്മളുടെ പ്രോത്സാഹനം, പള്ളിയിൽ വരുന്നത് ഇഷ്ടമാണ് അവർക്ക്, അച്ഛനെ കാണുന്നത് ഇഷ്ടമാണ്, അവർക്കൊരു സമ്മാനം കിട്ടുന്നു, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു റിവാർഡ് ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഒരു അപ്പോൾ അങ്ങനെ അവർ എന്തുമായിക്കോട്ടെ ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് അവർ വരുന്നു. അവർ വന്നു കഴിയുമ്പോൾ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള അധ്യാപകർ അവർക്ക് വിശ്വാസം പകർന്നു കൊടുക്കുന്നു. ട്രെയിൻഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഫഷണൽ ട്രെയിനിങ്ങും അതിനകത്തുണ്ട്. ഒപ്പം തന്നെ അവരുടെ ജീവിതവും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ബാധിക്കുന്ന ഈ വിശ്വാസ പരിശീലനത്തെ ബാധിക്കുന്ന ഘടകങ്ങളെന്ന് പറയുന്ന മതാധ്യാപകരും മാതാപിതാക്കളും വിശ്വാസത്തിൽ ഉറച്ചവരായിരിക്കണം, സഭയോടൊത്ത് ചിന്തിക്കുന്നവരായിരിക്കണം. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി വിശ്വാസം പകർന്നു കൊടുക്കുവാനുള്ള ഒരു ക്വാളിറ്റി ഉള്ളവരായിരിക്കണം. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് വിശ്വാസം കൊടുക്കുന്നവരുമായിരിക്കണം. കാരണം ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴം കിട്ടിയാല, അത് നമ്മൾ പ്രതീക്ഷിക്കരുതെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇന്ന് നമ്മളുടെ ഒരു മതബോധന രംഗത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് വിചാരിക്കുന്നത്, പലപ്പോഴും നമുക്ക് അധ്യാപകരുണ്ട്, നല്ല അധ്യാപകരുണ്ടെങ്കിലും അച്ഛൻ പറഞ്ഞ ഈ ഒരു ട്രെയിൻഡ് ആസ്പെക്റ്റ്, ഞാൻ പ്രത്യേകിച്ച് ഇന്നത്തെ ആളുകൾ, ചെറുപ്പക്കാർ, ഇന്നത്തെ ടീനേജേഴ്സ്, ഇന്നത്തെ കുട്ടികൾ ഈ മതബോധനത്തിന് വരുന്ന അവരാണല്ലോ നമ്മുടെ ഒരു കുട്ടികളെന്ന് പറയുന്ന ആളുകൾ. അവർ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി വേൾഡിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത്തരം കാര്യത്തിലൊക്കെ കൂടി അച്ഛൻ വളരെ ഇൻട്രസ്റ്റ് എടുക്കുകയും, കാരണം ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ രണ്ട് കാര്യമുള്ളൂ. അച്ഛൻ അത്തരം കാര്യങ്ങൾക്ക് അച്ഛൻ്റെ ഈ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിൽ ബോധപൂർവമായ ഒരു അറ്റൻഷൻ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛനും അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ രൂപതയുടെ പാസ്റ്റൽ കൗൺസിലിൽ അംഗമായിട്ട് ഇരുന്നിട്ട്, ഞങ്ങൾ കോതമംഗലം രൂപതയുടെ പാസ്റ്റൽ കൗൺസിലിൽ അച്ഛൻ ഒരു പ്രാവശ്യം വന്ന് ചർച്ചിൻ്റെ ഒരു ഡോക്യുമെൻ്റ് പ്രസൻറ്റ് ചെയ്തൊരു ക്ലാസ് എടുത്തപ്പോഴും എല്ലാം ആ ടെക്നോളജി എല്ലാം ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടെ ഒന്ന് പരാമർശിക്കാമോ? അതായത് നമ്മൾ പലപ്പോഴും കാറ്റക്കിസം അല്ലെങ്കിൽ ഈ വിശ്വാസ പരിശീലനം എന്ന് പറയുമ്പോൾ ഈ കുട്ടികളുടെ സ്വഭാവം നന്നായാൽ പോരെ, കുട്ടികൾ നന്നായി വന്നാൽ പോരെ, ദാറ്റ് ഈസ് ദ ഒബ്ജക്റ്റീവ്. പക്ഷേ അതിലേക്ക് നയിക്കണമെങ്കിൽ അതിൻ്റെ മീൻസ് കൃത്യമായിരിക്കണം. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആകാൻ വേണ്ടി ഞാൻ പറയുകയാണ്, നമ്മൾ പറയേണ്ടത് വൈ ടു കാറ്റക്കൈസ്, എന്തുകൊണ്ട് നമ്മൾ കാറ്റക്കൈസ് ചെയ്യണം എന്നുള്ളതാണ്. കുട്ടികൾ തീർച്ചയായിട്ടും യേശുക്രിസ്തുവുമായിട്ട് ഒന്നാകണമെന്നുള്ളത്. ബട്ട് ദർ ഈസ് അവിടെ ഒരു ചോദ്യമുള്ളത്, ഹൗ ടു കാറ്റക്കൈസ്, എങ്ങനെ നമ്മൾ ഈ വിശ്വാസ പരിശീലനം കൊടുക്കണം. അവിടെയാണ് ഈ റൈജു പറയുന്ന സംഗതി വരുന്നത്. എങ്ങനെ നമ്മൾ മതബോധനം കൊടുക്കണം. ഈ കുട്ടികളെല്ലാം ഹൈടെക് കുട്ടികളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അവിടെ നമ്മൾ വീണ്ടും ഈ വെർബൽ ബോംബിങ്ങും കൊണ്ട് ചെന്നാലുണ്ടല്ലോ, അവിടെ അവർ വിജയിക്കുകയല്ല, അവർ ടോളറേറ്റ് ചെയ്യും. ഒരു അധ്യാപകനെയും വേദപാഠ ക്ലാസ്സിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചിട്ടില്ലായിരിക്കും പിള്ളേരൊന്നും, പക്ഷേ അവർ ചുമ്മാ ഇരുന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ, അത് ഏതേത് മേഖലയിൽ നിന്നാണെങ്കിലും, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാനിതൊക്കെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞല്ലോ, ഞാനിതിനകത്ത് വളരെ സീറോയാണ്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ എൻ്റെ മതബോധന ഫീൽഡിൽ എനിക്ക് വന്ന കൊച്ചച്ഛന്മാർ, അതായത് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സായിട്ട് വന്ന അച്ഛന്മാരൊക്കെ, അവരിൽ നിന്ന് പോലും ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനാകെ ചെയ്യുന്നത് അതിനുള്ളൊരു ഫ്രീഡവും അതിനുള്ളൊരു വഴിയും തിരക്കുമായിരുന്നു. ഇപ്പോൾ ജീസസ് യൂത്ത് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുള്ളൊരു മേഖലയാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഷെൽട്ടൺ, അതുപോലുള്ളവർ, അൽഫോൻസി ചേട്ടൻ, ഇവരെല്ലാം ഒത്തിരി പേര് നമ്മൾ ഇങ്ങനെ കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒത്തിരി പേര് വരുവാണ്. അവർ വളരെ കമ്മിറ്റഡ് ആയിട്ട് വരുന്നു. അവരുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളിപ്പോൾ അവർക്ക് ആവശ്യമുള്ള CD-കൾ, മറ്റു പ്രൊഡക്ഷൻസ്, അതുപോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പോൾ ഞാൻ സീറോ മലബാർ സഭയുടെ മതബോധനത്തിൻ്റെ ചാർജായിരിക്കുമ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകുന്നത് ഒരുപക്ഷെ ആ ഒരു ഓഫീസിൻ്റെ ബലത്തിലാണ്. ഞാൻ എറണാകുളത്തിരിക്കുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിലേക്കും ഞാൻ പോകുമായിരുന്നു. അവിടെ എല്ലാം ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ ജെയിംസ് തൊട്ടിയിലച്ഛനോടൊക്കെ ഞാൻ പറയുമായിരുന്നു. കാരണം ഇങ്ങനെയുടെ പേരിലൊക്കെയാണ് ഞാൻ പോയച്ചു എന്ന് പറയും. കാരണം അവർ വിചാരിക്കുന്നത്, ഇപ്പോൾ റൈജു പറഞ്ഞ പോലെ ഞാനിപ്പോൾ പാസ്റ്റർ കൗൺസിൽ സകലവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചു എന്ന് പറയുമ്പോഴും ഞാനൊരു അക്ഷരജ്ഞാനം ഇല്ലാത്തവനാണെന്ന് അവരാരും അറിയുന്നില്ല. നമ്മളിതുപോലെ ഇങ്ങനെ തൊങ്കി എന്തെങ്കിലുമൊക്കെ പഠിച്ചു വരുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാ വൈദികരും, സഭയുടെ മുഴുവൻ മേഖലയും ഇത് മുഴുവൻ പഠിക്കണമെന്നൊന്നുമില്ല. അറിയാവുന്ന ആളുകളിൽ ഡിപ്പെൻഡ് ചെയ്ത് ഇത്തരത്തിലുള്ള മാർഗങ്ങൾ നമ്മൾ ശക്തമായിട്ട് എടുത്തില്ലെങ്കിൽ കുട്ടികൾ ഇന്ന് അകന്നു പോകും. അല്ല, അച്ഛൻ പറയുന്നതിൽ ഏറ്റവും വലിയൊരു പോയിന്റ് ഉണ്ട് ഒരു വൈദികൻ എന്ന നിലയിൽ. കാരണം എല്ലാ കാര്യവും മനസ്സിലാക്കിയിട്ടൊരു വൈദികന് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. എല്ലാം തികഞ്ഞൊരു വൈദികനാവാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളിൽ. അവിടെ അച്ഛൻ പറഞ്ഞ ഈ പോയിൻ്റാണ്, നമ്മൾ തുറവിയുള്ളവരാവുകയും
നമ്മളുടെ ഈ ശുശ്രൂഷ മേഖലയെ കാര്യക്ഷമമാക്കാൻ മറ്റുള്ളവരുടെ സഹായം മേടിക്കാനുള്ള തുറവി ഉണ്ടാവുന്നിടത്താണ് അവിടെയാണ് ജിമ്മി അച്ഛനും വിജയിക്കുന്നതെന്നാണ് അച്ഛൻ്റെ വാക്കുകളിൽ അച്ഛൻ്റെ പല പ്രവർത്തനങ്ങളിലും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ മറ്റൊരു പോയിൻ്റ് അച്ഛൻ ഒരുപക്ഷെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അച്ഛൻ ഈ തേവക്കൽ പള്ളി വികാരിയായത്, അതായത് സിറോ മലബാർ സഭയുടെ കാറ്റഗിസം ഡയറക്ടറും എന്ന നിലയിലും ഒഫീഷ്യൽ വക്താവ്, ഔദ്യോഗിക വക്താവ് എന്ന നിലയിലുള്ള ജോലി ഉള്ളപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് അച്ഛന് സെൻറ് തോമസ് മൗണ്ടിൽ താമസിക്കാം, അവിടെ തന്നെ ആവാം. പക്ഷേ അത് മാറ്റിവെച്ച് ഒരു ഇടവക വേണം നിർബന്ധം പിടിച്ചതൊക്കെ അച്ഛൻ്റെ ഒരു പാസ്റ്ററൽ ഡയമെൻഷനാണ്, അല്ലെങ്കിൽ ഒരു അജപാലനത്തിലേക്കുള്ളൊരു താല്പര്യമാണ്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ജീവിതത്തെ അത് സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ അതിലുപരി അച്ഛൻ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലാനും ഒക്കെ ഉള്ളൊരു മനസ്സാണ്. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, അച്ഛൻ്റെ ഒരു അപ്രോച്ചബിലിറ്റി. കാരണം ഞാൻ പല കാര്യങ്ങൾക്കും അച്ഛൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ധാരാളം പേര് അച്ഛൻ അപ്രോച്ച് ചെയ്യുന്നത് ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട്. ആ അപ്രോച്ചബിലിറ്റി ഒരുപക്ഷെ സഭയിൽ നിന്ന് ഏറ്റവും ആവശ്യമുള്ളത്, വൈദികർക്ക് ഏറ്റവും, ഒരു അജപാലകന് ഏറ്റവും ആവശ്യമുള്ളത് ഈ അപ്രോച്ചബിലിറ്റിയാണ്. അത്തരം ഒരു കാര്യം അച്ഛനുണ്ട്. അച്ഛൻ്റെ ഈ ഒരു ശൈലി, ഇതിനെക്കുറിച്ച് അച്ഛനത് ബോധപൂർവം ചെയ്യുന്നതാണോ? അച്ഛൻ്റെ ഈ ഒരു അജപാലന മേഖലയെക്കുറിച്ചുള്ള അച്ഛൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി ഇതൊന്ന് പറയാമോ? പാസ്റ്റൽ ഡൈമെൻഷൻ വളരെ ഡിഫറൻ്റ് ആകുന്നുണ്ട് ഓരോ ദിവസവും. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയും ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പൗരോഹിത്യവും അത്തരത്തിൽ അജപാലന ഔത്സുക്യത്തിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടണം. കാരണം ഇപ്പോൾ പണ്ട് കാലത്ത് എല്ലാവരും കൃഷിക്കാരാണ്. അവർ രാവിലെ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറേ നേരം കഴിഞ്ഞങ്ങോട്ട് പോയാൽ മതി, അവൻ്റെ പാടത്ത് എപ്പോൾ ഇറങ്ങിയാലും മതി, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആളുകൾ 6:15 വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. രാജഗിരിയുടെ വണ്ടി ഇത്ര മണിക്ക്, മറ്റേ വണ്ടി ഇത്ര മണിക്ക്. അപ്പോൾ ഒരു അജപാലനപരമായ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അവരുടെ എല്ലാ നീഡും, ഇത്രയും ടെൻഷൻ ഉണ്ടായിട്ടും രാവിലെ പള്ളിയിൽ വരുന്നവനോട് നമ്മളൊരു ബഹുമാനം കാണിക്കണം. കാരണം അതൊരു അജപാലനപരമായൊരു സംഗതിയാണ്. ഒപ്പം തന്നെ അപ്രോച്ചുകളിലും ഇപ്പോൾ ഒരുപക്ഷെ പണ്ട് 7 മണി കഴിഞ്ഞാൽ പള്ളിയിൽ വരാൻ പാടില്ല എന്ന് പറയാം. ഇന്ന് എൻ്റെ ഇടവകയിലെ കൂടുതൽ പേരും IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അവനൊരു 7:30 അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ, ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അച്ഛനെ 8 മണിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, നീ പാതിരാക്കാണടാ വന്നത് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അവൻ ആ സമയത്താണ് നമ്മൾ അപ്രോച്ച് ആകേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ ആവശ്യത്തിന് വരുമ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ചില കാര്യങ്ങൾ ഔട്ട് ഓഫ് ദ വേ പാസ്റ്ററൽ വർക്ക് ചെയ്യണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഔട്ട് ഓഫ് ദ വേ ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്നൊരു കേസ്, ഇപ്പോൾ ഈ എൻ്റെ ഇടവകയിൽ കഴിഞ്ഞ ഇടയ്ക്കുണ്ടായ ഒരു സംഭവം, ഒരു സ്ത്രീ ക്യാൻസറായിട്ട് വളരെ രോഗബാധിതയായി അവരുടെ മകൾക്ക് കല്യാണം നടത്തണം. മകളും മകനും അപ്പനും അമ്മയുമുള്ള കുടുംബം. ഈ മകളുടെ കല്യാണമാണ് ഈ അമ്മയുടെ സ്വപ്നം. അപ്പോൾ അമ്മയുടെ സ്വപ്നം നടത്താൻ വേണ്ടി നോമ്പ് കാലത്ത് സ്പെഷ്യലായിട്ട് അനുവാദം വാങ്ങിച്ച് ഒരു ശനിയാഴ്ച മനസ്സമ്മതം, തിങ്കളാഴ്ച കല്യാണം, അങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അമ്മ ആശുപത്രിയിലാണ്, ആശുപത്രിയിലാണ്. പക്ഷേ ഈ അമ്മ ബുധനാഴ്ച മരിക്കുകയാണ്. ബുധനാഴ്ച മരിച്ചു കഴിഞ്ഞപ്പോൾ വ്യാഴാഴ്ച അടക്കുന്നു. പിന്നെ ഈ മകൻ, അതായത് മരുമകൻ, അതായത് അവൻ വളരെ വിശുദ്ധനായൊരു മനുഷ്യനാണ്. അവനെ കല്യാണം കഴിപ്പിക്കേണ്ടവനല്ല, അവൻ അച്ഛനാകേണ്ടവനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നി. കാരണം അവൻ വെറുതെ പ്രപ്പോസൽ ചെയ്തു വന്ന ഒരാൾ ഒരു കുടുംബത്തിൻ്റെ വിഷമം കണ്ട് അവരുടെ കൂടെ നിന്ന് ഈ നോമ്പ് കാലത്ത് തന്നെ ഒരു ആഘോഷവും ഇല്ലാതെ കല്യാണം നടത്താൻ പോലും തയ്യാറായി അവൻ ദോഹയിൽ നിന്ന് ലീവൊക്കെ എടുത്ത് വന്നവനാണ്. പക്ഷേ നമ്മുടെ കാനോനിക്കലി സ്പീക്കിംഗ് എന്താ സംഭവിക്കുന്നതെന്നറിയാവോ? വ്യാഴാഴ്ച ഈ സ്ത്രീ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ വാങ്ങിച്ച അനുവാദം ഇൻവാലിഡായി എന്നാണ് പറയുന്നത്. എന്താ കാരണം? അമ്മയ്ക്ക് സുഖം ഇല്ലാത്തത് കൊണ്ടാണ് നോമ്പ് കാലത്ത് കല്യാണം നടത്താൻ പറയുന്നത്. അപ്പോൾ പിന്നെ ശനിയാഴ്ച കല്യാണം നടത്തേണ്ട ആവശ്യമില്ലല്ലോ, അമ്മ ഓൾറെഡി നോമ്പ് കഴിഞ്ഞിട്ട് നടത്തിയാൽ മതി. പക്ഷെ ഇവരെല്ലാം ഫിക്സ് ചെയ്തു. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഞാൻ ഇടപെടണം എന്നാണ് എൻ്റെ ഒരു ചിന്ത. അപ്പം ഞാൻ തന്നെ അരമനെ വിളിക്കണം, ഞാൻ തന്നെ എഴുത്തു കൊടുത്തു വിടണം, ഞാൻ തന്നെ പറയണം ഇങ്ങനെയാണെങ്കിലും ഇവരിതെല്ലാം ഫിക്സ് ചെയ്തു പോയി. അരമനയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, കാരണം നമ്മളത് പറഞ്ഞാൽ മതി. പക്ഷെ ഞാൻ തന്നെ പറയുവാണ്, ഇത് ലീഗലി സ്പീക്കിംഗ് നിങ്ങളുടെ കേസ് കഴിഞ്ഞു, ഇനി നോമ്പ് കാലത്ത് ഇത് നടത്താൻ പറ്റില്ല, അതുകൊണ്ട് ഇതിന് ശേഷം നടത്തിയാൽ മതി. ഒരു നോമ്പ് കാലത്തിൻ്റെ എല്ലാ ചൈതന്യത്തോടും കൂടി അത് നടക്കുകയുള്ളൂ എന്നുള്ളതിന് എന്താ സംശയം? കാരണം 2 ദിവസം മുമ്പ് അമ്മ മരിച്ച ഒരു കുടുംബത്തിൽ നടക്കുന്ന കല്യാണത്തെ അവരെന്തുമാത്രം ആഘോഷിച്ചാലും ഒരു നോമ്പ് കാലത്തിൻ്റെ ചൈതന്യത്തിലേ നടക്കും. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞത്, ആ ഒരു പാസ്റ്ററൽ അപ്രോച്ച് ഞാൻ എടുത്തില്ല എങ്കിൽ, എടുക്കുമ്പോൾ
ഒരു ജീവിതകാലം മുഴുവൻ അവരെന്നെ ഓർത്തിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓർത്തിരിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്, ഇന്നത്തെ പാസ്റ്ററൽ അപ്രോച്ച് ആ രീതിയിലേക്ക് മാറണം. അച്ഛൻ ഓർത്തിരിക്കാന്ന് പറയണത് തന്നെ അവർക്ക് സഭയോടെന്നും ആ സ്നേഹം ഉണ്ടാവുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പോയിന്റ്. ഇവിടെ അവരത് പറയുകയും ചെയ്യും. പലപ്പോഴും സഭ ഇന്ന് ആളുകളിൽ നിന്ന് അകലെ പോകണത് ഇത്തരം ഇടപെടലുകൾ കൃത്യസമയത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. ചിലപ്പോഴെങ്കിലും നമ്മൾ പറയാണ്ട് നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ ചെല്ലുന്നത് പോലെയാണ് ചില സ്ഥലത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ. പൊതുവെ ഇന്ന് പാസ്റ്ററൽ അപ്രോച്ച് അച്ഛന്മാരുടെ ഇടയിൽ വളരെ നന്നായി തുടങ്ങി. തീർച്ചയായിട്ടും നമ്മൾ ജനറലൈസ് ചെയ്യുന്നതും ശരിയല്ല, വളരെ നന്നായി വരുന്നുണ്ട്, സംശയമില്ല. ഞാൻ അച്ഛൻ മറ്റൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇതിലേക്ക് എൻ്റെ ഒരു ചിന്ത അച്ഛനോട് ചോദിക്കുന്നത്, കാരണം അച്ഛൻ്റെ ഒരു ജീവിതത്തിൽ ഇപ്പം ഇന്ന് വൈദികനായി മുമ്പോട്ട് പോകുമ്പോൾ ഈ ഇത്തരം ശുശ്രൂഷ മേഖലകളിലേക്കൊക്കെ പോകുമ്പോഴും അച്ഛൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ വലിയ സ്വാധീനം, നമ്മളൊരു പക്ഷേ ആദ്യ എപ്പിസോഡിൽ തന്നെ ചോദിക്കേണ്ടായിരുന്നു, എങ്കിലും ഞാൻ ചോദിക്കുന്നത് കുടുംബത്തിലെ ചില സ്വാധീനങ്ങൾ, പ്രത്യേകിച്ച് അപ്പച്ചൻ മരിച്ചുപോയ അപ്പച്ചൻ്റെ സ്വാധീനം, അമ്മയുടെ സ്വാധീനം, അങ്ങനത്തെ എന്തെങ്കിലും ഓർമ്മകൾ അച്ഛന് പങ്കുവയ്ക്കാനുണ്ടോ ഇന്ന് ഒരു വൈദികൻ എന്ന നിലയിൽ അച്ഛനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതിൻ്റെ കാര്യം? തീർച്ചയായിട്ടും നമ്മൾ ഈ സോഷ്യൽ ഡയമെൻഷൻ പറയുമ്പോൾ എന്നെ സ്വാധീനിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ, ഒന്ന് കുടുംബവും ഒന്ന് പള്ളിയുമാണ്. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മച്ചി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എങ്കിൽ പോലും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം എൻ്റെ അയൽപക്കത്തുള്ള വീട്ടിൽ ഒരു നായർ ഫാമിലിയാണ്. ഞാൻ അച്ഛനായി 5 കൊല്ലം കഴിഞ്ഞാണ് ആ വീട്ടിലെ വല്യപ്പനെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് തന്നെ മരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് കുർബാന കഴിഞ്ഞ് വേണമായിരുന്നു എനിക്ക് ചെല്ലാൻ. അവരുടെ ക്രമം അനുസരിച്ച് ഒത്തിരി സമയം ഈ ബോഡി അങ്ങനെ വീട്ടിൽ മരിച്ചു കഴിഞ്ഞ് അങ്ങനെ വെച്ചേക്കില്ല അവർ. പക്ഷെ ഞാൻ ചെല്ലുന്നത് വരെ അവർ ബോഡി വെച്ചു എന്നുള്ളതാണ് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ. തൊട്ടടുത്ത ഒരു നായർ ഫാമിലിയാണ് അവർ. പക്ഷെ ഞാൻ ചെന്നു, ഞാനിതുപോലുള്ള ഓവയൊക്കെ ഇട്ട് തന്നെയാണ് ചെല്ലുന്നത്. അവിടെ ചെന്നു ഞാൻ കണ്ട് 5 മിനിറ്റിനുള്ളിൽ അവർ ബോഡി അടക്കി. ആ കുടുംബത്തിന് അവിടെ അപ്പനും അമ്മയും മാത്രമുള്ള ഒരു സമയത്ത് അവർക്കെന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ, അവർക്കെന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ, അതിനു വേണ്ടി നമ്മൾ പോകുന്നതും നമ്മൾ പോകണം എന്നുള്ളതാണ് ചട്ടം. അപ്പം ഞാനും അവരും തമ്മിൽ എന്താണ് ബന്ധം? അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവരെ സഹായിച്ചു കൊടുക്കണം എന്നൊരു പാഠം, അപ്രന്റീസ്ഷിപ്പ് കാറ്റക്കേസിസ് എന്ന് പറയുന്നൊരു വലിയ സംഗതിയുണ്ട്. അതായത് റൈജുവിൻ്റെ വീട്ടിൽ റൈജുവിൻ്റെ അപ്പനെ ശുശ്രൂഷിക്കുന്ന, രോഗിയായ അപ്പനെ ശുശ്രൂഷിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്ന റൈജുവിൻ്റെ മകന് കിട്ടുന്ന മതബോധനമാണ് അപ്രന്റീസ്ഷിപ്പ് കാറ്റക്കേസിസ്. അവിടെ വലിയ പാഠമൊന്ന് മാതാപിതാക്കളെ ബഹുമാനിക്കുക അങ്ങനെയൊന്നുമില്ല. ഇവൻ നോക്കി നിൽക്കുവാണ് റൈജു എന്താണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു അപ്രന്റീസ്ഷിപ്പ് കാറ്റക്കേസിസ് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട്. അത് അപ്പൻ്റെ ഭാഗത്തുനിന്നും അമ്മച്ചിയുടെ ഭാഗത്തുനിന്നും എല്ലാം. അപ്പോൾ ആ ഫോർമേഷൻ തന്നെ ആ രീതിയിലാണ്. അതായത് നമ്മളിങ്ങനെ ഇന്ന് വളരെ ക്ലോസ്ഡ് ആയിട്ട് പോകുന്നുണ്ടല്ലോ, അതിൽ നിന്നൊരു മോചനം അതിനകത്ത് സംഭവിക്കുന്നുണ്ട്. രണ്ടാമത്തെ സംഗതി, എൻ്റെ പള്ളിയിൽ വന്നിരുന്ന ഞാൻ 10ാം ക്ലാസ് കഴിയുന്ന സമയത്തുണ്ടായിരുന്ന തോമസ് മേലേത്തച്ഛൻ. അച്ഛൻ മരിക്കുന്നത് എറണാകുളം ബസ് സ്റ്റാൻഡിൽ വണ്ടി ഇടിച്ച് മരിക്കുകയാണ്. ഒരു തൂണിൽ ചാരി നിന്നപ്പോൾ നിയന്ത്രണം വിട്ടുവന്നൊരു വണ്ടി ഇടിച്ച് മരിക്കുകയാണ്. അച്ഛൻ്റെ ഒരു പ്രത്യേകത ഈ മനുഷ്യരോടുള്ള ബന്ധമാണ്. അച്ഛൻ അന്നത്തെ നിലയിൽ നല്ല സാമ്പത്തിക നിലവാരത്തിൽ, അച്ഛൻ മരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ അന്ന് അച്ഛന് ബാങ്കിൽ അക്കൗണ്ട് കിടക്കുന്നത്, വീട്ടിലെ ആ പോർഷൻ അച്ഛൻ്റെ വീതം കിട്ടിയത് ബാങ്കിൽ കിടക്കുന്ന പൈസ ഉണ്ടായിരുന്ന അച്ഛനാണ്. പക്ഷേ അച്ഛന് കീറാത്തൊരു ലോവേ ഉണ്ടായിരുന്നില്ല മരിക്കുമ്പോൾ ഇടാനായിട്ട്. അന്ന് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് മരിക്കുന്നത്. ഈ മേലേത്തച്ഛൻ്റെ ഒരു പ്രത്യേകത, അച്ഛൻ അന്ന് ഞങ്ങളുടെ അവിടെയൊക്കെ ഈ ഓലമേഞ്ഞ വീടുകളുണ്ട്. അപ്പോൾ അതിന് പൈസ സംഘടിപ്പിക്കാൻ ഞങ്ങൾ ചെയ്യുന്നത് ഓൾഗ സർവീസ് എന്ന് പറയുന്ന ഒരു കേറ്ററിംഗ് ടീം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വളവങ്ങലത്തെ KCYM ടീമാണ് ഓൾഗ സർവീസ് എന്ന് പറയുന്നത്. ഞങ്ങൾ ടീ പാർട്ടിക്ക് പോകും. അന്നത്തെ ടീ പാർട്ടി ഭയങ്കര എളുപ്പമാണ്. കാരണം ഒരു ബിസ്ക്കറ്റ്, ഒരു മിക്സർ, ഒരു ലഡു, ഇതൊക്കെയാണ് അന്നത്തെ. അപ്പോൾ നമ്മൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യേണ്ട. ഈ സാധനമൊക്കെ നമ്മൾ അവിടുന്ന് വാങ്ങുന്നു, പാക്ക് ചെയ്യുന്നു, അത് കൊടുക്കുന്നു. അപ്പോൾ ഞങ്ങൾ ബാഡ്ജൊക്കെ കുത്തി വളരെ ഗംഭീരമായിട്ടാണ് നിൽക്കുന്നതൊക്കെ ഓൾഗ സർവീസ്. അപ്പോൾ അച്ഛൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ 20 രൂപയുടെ ടീ പാർട്ടി ആയിരിക്കും, അതിന് 30 രൂപ വാങ്ങിക്കും. അപ്പോൾ 10 രൂപ ഒരു പ്ലേറ്റിൽ ലാഭമുണ്ട്. അപ്പോൾ അച്ഛൻ്റെ തന്നെ ബന്ധുക്കളുടെയാണ് ഈ ഓർഡർ കിട്ടുന്നതല്ല. അതിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ വേറെ അങ്ങനെ ഓർഡറൊന്നും കിട്ടിയാൽ. അപ്പോൾ ഞങ്ങൾ അവിടെ പോകും. അപ്പോൾ ചില ദിവസമൊക്കെ നമ്മൾ അതിൻ്റെ വലിയ സൂപ്രണ്ടായിട്ടായിരിക്കും നിൽക്കുന്നത്, ചില ദിവസം ഗ്ലാസ് കഴുകുന്ന ആളായിരിക്കും, ചിലപ്പോൾ അങ്ങനെ പല റോളിൽ നമ്മൾ നിൽക്കും. ഈ കാശ് കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞങ്ങൾ ചെയ്യുന്നത് 500 ഓല വാങ്ങിച്ചിട്ട്, ആ പൈസ ഉണ്ടല്ലോ ഞങ്ങളുടെ കയ്യിൽ, 500 ഓല വാങ്ങിച്ചിട്ട് ഈ വീട്ടിലേക്ക് പോവുകയാണ്. ആ വീട്ടിലേക്ക് പോയിട്ട് അവിടെ എനിക്ക് പെര കെട്ടാൻ അറിയത്തില്ല, എനിക്ക് ഓല എറിഞ്ഞു കൊടുക്കാനേ അറിയത്തുള്ളൂ. കെട്ടാൻ അറിയാവുന്നവരും ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഓല കിട്ടും, 2 പേര് അവിടെ നിന്ന് കഞ്ഞിയും പയറും ഒക്കെ ഉണ്ടാക്കും.
എല്ലാവരും കൂടി ശാപ്പാടൊക്കെ കഴിച്ചു. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു കൊല്ലത്തേക്ക് അവരുടെ ജീവിതത്തിൻ്റെ പ്രധാന പ്രശ്നം അവിടെ തീരുവാണ്. ഈ പെര മെയ്യുക എന്ന് പറയുന്നത് വർഷമായാൽ ഈ ചോരുന്നത് ഭയങ്കര പ്രശ്നമാണത്. അപ്പോൾ ഞാൻ പറയണത് എനിക്കൊരു 100,000 എക്സാമ്പിൾസ് ഇതിന് പറയാനുണ്ട്. പക്ഷേ ഈ ഒരൊറ്റ എക്സാമ്പിളിൽ നിന്ന് മനസ്സിലാവും എന്താണ് ആ ഒരു. ഇപ്പം ഞാൻ പറയണത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൽ നിന്ന് പോലും എനിക്ക് തോന്നുന്നു എവിടുന്നാണ് എനിക്ക് ഒരു സോഷ്യൽ അവയർനെസ് ഇങ്ങനെ മനസ്സിൽ കയറി പിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പലപ്പോഴും ഈ മേലേത്തച്ഛനെയും എൻ്റെ മാതാപിതാക്കളെയും എപ്പോഴും ഓർക്കാറുണ്ട്. അപ്പോൾ അവർ തരുന്ന ചില ക്ലിക്കൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഒരു ഇടവകയ്ക്ക് 5 വീടാണ് സോഷ്യൽ സർവീസ് കൊടുത്തത്. അന്നത്തെ കാലത്താണ്ട് 45,000 രൂപ ഏതാണ്ട് വെച്ച്. ഞങ്ങളെ അച്ഛൻ എല്ലാ ഇടവകയിലും വിട്ടിട്ട് ചോദിച്ചു, നിങ്ങൾ 5 വീട് എടുക്കുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് 3 വീടേ ഉള്ളൂ. 2 എണ്ണം ഞങ്ങൾക്ക് തരാമോ വളമംഗലത്തിന്? അങ്ങനെ ഈ വളമംഗലത്തിന് 2 വീട് കൂടി വാങ്ങിക്കുന്നു. അച്ഛൻ മരിക്കുമ്പോൾ ഞങ്ങൾ 305 വീട് വളമംഗലത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ പള്ളിയിൽ നിന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഇത് വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു 1/4 ഭാഗമായപ്പോഴാണ് അച്ഛൻ മരിക്കുന്നതെന്ന് ഓർക്കണം. അത്രയ്ക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു സോഷ്യൽ സർവീസിൻ്റെ വഴിയിലൂടെ പോകാൻ നമുക്കൊരു പ്രേരണ തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പൗരോഹിത്യത്തിൻ്റെ വഴി ഒരു ജനസേവനത്തിൻ്റെ ഒരു മേഖലയായിട്ട് നമ്മൾ വളരെ ശക്തമായിട്ടൊരു ഊന്നൽ നൽകുന്ന അവസരങ്ങളുണ്ടെന്ന് പറയുകയാണ്. അച്ഛാ, ഞാൻ തീർച്ചയായിട്ടും അച്ഛൻ പറയുമ്പോൾ ആ ഒരു കൃത്യമായതിൽ തന്നെ അറിയാം എന്തുമാത്രം. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ പല ഉദാഹരണങ്ങളും തേവക്കലിൽ ഉൾപ്പെടെ പല ഉദാഹരണങ്ങളുടെയും ഒരു സോഴ്സ് ഓഫ് ഇത് വളരെ ക്ലിയറാണ്. അച്ഛൻ പറയുമ്പോൾ തന്നെ ഇത് എവിടെ നിന്നാണ് അച്ഛൻ്റെ ഈ ശൈലി രൂപപ്പെട്ടത് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. അച്ഛാ, ഇപ്പോൾ അച്ഛൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊന്ന് ഈ അല്ലെങ്കിൽ ഒരു ഭാരിച്ച ഉത്തരവാദിത്തം എന്ന് തന്നെ പറയാവുന്നതും വളരെ വിവേകം വേണ്ടതും ടെൻഷൻ പിടിച്ചതുമായൊരു ഉത്തരവാദിത്തമാണ് സഭയുടെ വക്താവ് എന്നുള്ളത്. ആ ഒരു ശുശ്രൂഷ മേഖലയെക്കുറിച്ച് അച്ഛൻ എന്താണ് ആദ്യം പറയുക? അതിനുശേഷം ഞാൻ ചോദിക്കാം. സഭയുടെ വക്താവ് എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ ഉള്ളത് വളരെ വ്യക്തമാണ്. എനിക്ക് തന്നെ വ്യക്തമാകണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഐ ആം സ്പീക്കിംഗ് ഫോർ ദ ചർച്ച്. സഭയ്ക്ക് വേണ്ടിയായിരിക്കണം ഞാൻ സംസാരിക്കേണ്ടത്. ഒരുപക്ഷെ എനിക്കതിന് ചിലപ്പോൾ വേറൊരു അഭിപ്രായം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും അവിടെ പ്രസക്തമല്ല. അപ്പോൾ നമ്മുടെ ബിഷപ്പ് സിനഡ്, സീറോ മലബാർ സഭയുടെ ബിഷപ്പ് സിനഡ് ഒരുമിച്ച് കൂടി പറയുന്നു, ഞങ്ങൾ എന്ത് സംസാരിക്കണം എന്നുള്ളത് ലോകത്തോട് പറയേണ്ട ആൾ നീയാണ് എന്ന് പറയുമ്പോൾ ഞാനല്ല ഇവിടെ സംസാരിക്കുന്നത് എന്നുള്ളതാണ്, സഭയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിൽ ഒന്നാമത് ചെയ്യാനുള്ളത് നമ്മുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായ ആലഞ്ചേരി പിതാവിനോട് ചോദിച്ച് സഭയുടെ നയം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം സംസാരിക്കാൻ. അതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് ഈ പരിപാടി ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. പരിപാടി ഞാൻ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു വലിയ ഒബ്ലിഗേഷൻ, ഒരു വലിയ ഉത്തരവാദിത്വം റൈജു പറഞ്ഞ പോലെ എനിക്കുണ്ട്. ആ കാര്യത്തിൽ പിതാവ് വളരെയേറെ സഹായിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ നിലപാടിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എൻ്റെ ഒരു അഭിപ്രായം കൂടി പറയാം. പക്ഷേ എന്നോട് നീ ഇത് പറയണം എന്ന് എന്നോട് പറയാൻ ഒരു മേലധികാരിയുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ നമ്മൾ തോന്നുന്ന കാര്യങ്ങൾ പറയുന്നില്ല എന്നുള്ളത്. രണ്ടാമത്തത്, അവർ നീ ഇന്നത് പറയണമെന്ന് പറയുന്നില്ല, ഞാൻ അത് പറയണം. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണ് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇന്നത് പറയണമെന്നും പറഞ്ഞല്ല ഞാനും പോകും. ഇപ്പം നമ്മളിരിക്കുന്നതും ഇന്നത് പറയണമെന്നും പറഞ്ഞല്ലല്ലോ. ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ചിലപ്പോൾ അത് അച്ഛൻ വളരെ നന്നായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. സഭ ചിന്തിക്കാത്തത് നമുക്ക് പറയാൻ പാടില്ല. ഒപ്പം തന്നെ ഒരു മാന്യമായ ഭാഷയിലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ഒരു വിവേകത്തോടും ഒരു നൊബിലിറ്റിയോടും കൂടി പറയാനായിട്ട് നമുക്ക് സാധിക്കണം. അത് ഒരിക്കലും പറയരുത്, ജിമ്മി അച്ഛൻ ഈ പോസ്റ്റ് തീരുന്നത് വരെ കൃത്യമായിട്ട് പറഞ്ഞോളൂ എന്ന് പറയരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്നും ഈ സാധനം പാളിപ്പോകാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഒരു ദൈവാനുഗ്രഹമാണ്, ഒരു പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. ഒരു ചാനലിൽ ചർച്ചയ്ക്ക് പോയിരിക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരു സംഗതിക്ക് നമ്മൾ പോയിരിക്കുമ്പോൾ ചിലപ്പോൾ അതൊരു പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണത്. ആ കൃപ കിട്ടാത്തിടത്തോളം കാലം അത് സഭയുടെ വക്താവാണെങ്കിൽ ഈ അക്വയർഡ് ഗ്രേസ് എന്ന് തോമസ് അക്യൂനാസ് പറയുന്നൊരു സംഗതിയുണ്ട്. തോമസ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ജോലിക്ക് പോകുമ്പോൾ അത് ചെയ്യാനുള്ള കൃപ ദൈവം എനിക്ക് തരുന്നതിനാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ എന്നെ വക്താവാക്കിയവൻ എനിക്കതിനുള്ള കൃപ തരും എന്നുള്ള ഒരു ഉറച്ച ബോധ്യമാണ്. അത് ഇന്ന് വരെ തന്നിട്ടുണ്ട്. എന്നെങ്കിലും തരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മളെ നാറ്റിക്കാൻ വേണ്ടിയോ നമ്മൾ ഒരുപാട് ഷൈൻ ചെയ്യിക്കാതിരിക്കാൻ വേണ്ടിയോ മാറ്റുന്നതായിരിക്കാം. അല്ലെങ്കിൽ എനിക്ക് പണി യോജിച്ചതല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയായിരിക്കും. എന്തായാലും ഒരു ദൈവകൃപ ഇതിന് വളരെ അത്യാവശ്യമാണ്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ദൈവം ഒരു ഉത്തരവാദിത്വം അച്ഛനെ ഏൽപ്പിച്ചപ്പോൾ അതിനൊരു പ്രത്യേക കൃപയും ദൈവം അച്ഛന് തരുന്നുണ്ട്. ആ കൃപ എപ്പോഴും അച്ഛൻ്റെ കൂടെയുണ്ട്. അതില്ലാതെ വരുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഇല്ല. പക്ഷെ എന്നാലും നാളെ ഇതല്ല അച്ഛൻ ചെയ്യേണ്ടത് എന്ന് ദൈവം തിരിച്ചറിയുന്ന സമയത്ത് ദൈവം ഇടപെടട്ടെ എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞ ഒരു പോയിൻറ്റിൻ്റെ അർത്ഥവും.
അതുകൊണ്ട് ഓരോ ശുശ്രൂഷയിലും അച്ഛൻ്റെ ഈ ബോധ്യമാണ് അച്ഛനെ മുമ്പോട്ട് നയിക്കുന്നത്. അച്ഛൻ പറഞ്ഞു, സഭയുടെ വക്താവായിട്ട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിനുള്ളൊരു പ്രത്യേകമായ ഒരു ഇടപെടൽ നടത്തുന്നു എന്നാണ് അച്ഛൻ വിശേഷിപ്പിച്ചൊരു കാര്യം. അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ നല്ല സ്വാധീനങ്ങളാണ് അച്ഛനെ ഇന്ന് ഒരു മനുഷ്യ സഹജമായ ഇതോടുകൂടി ഒരു പാസ്റ്റൽ ഡയമെൻഷൻ അച്ഛന് പല കാര്യങ്ങളിലും ഒരു അജപാലന ശുശ്രൂഷ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെ ചെയ്യാൻ പറ്റുന്നതും അതുകൊണ്ടാണ്. അച്ഛൻ്റെ ഈ ബോധ്യം നിലനിൽക്കട്ടെ, മുൻപോട്ട് ധാരാളം കാര്യങ്ങൾ ദൈവം ഏൽപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അച്ഛൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ കേൾക്കണം. തീർച്ചയായിട്ടും ഈ ഒരു സാന്നിധ്യത്തിന് ജോഷുവ പ്രോഗ്രാമിലെ അച്ഛൻ്റെ ഈ കഴിഞ്ഞ 2 എപ്പിസോഡിനും ഏറെ സ്നേഹത്തോടെ നന്ദി. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ